തെറ്റും ശരിയും ഉണ്ടാകുന്നവരാണ് അമ്പിയാക്കൾ എന്ന് പഠിപ്പിക്കുന്ന വഹാബിസത്തെ ചെറുത്തു തോൽപ്പിക്കൽ ഉമ്മത്തിന്റെ ബാധ്യതയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം വിശ്വസിച്ചത് കൊണ്ട് ഒരാൾ മുസ്ലിം ആകുമോ? വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് അതിൻ്റെതായ യഥാർത്ഥ അർത്ഥത്തിൽ വിശ്വസിക്കുകയും ഉൾക്കൊള്ളുകയും അതിനനുസരിച്ചുള്ള ബഹുമാനവും ആദരവും അദബും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഹളറത്തിന് നൽകുകയും ചെയ്യാതെ ഒരു മനുഷ്യൻ മുസ്ലിമായി ജീവിച്ച് മരിക്കാമെന്ന് വ്യാമോഹിക്കണ്ട. ഇത് ഞങ്ങളെ പഠിപ്പിച്ച പ്രസ്ഥാനത്തിന്റെ പേരാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതിന് ഒരു രോമത്തിന് പോർലേൽക്കാതെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് മുസ്ലിമീങ്ങൾ. അത് ഞങ്ങൾ സംരക്ഷിക്കുക തന്നെ ചെയ്യും. മനസ്സിലായിട്ടുണ്ടോ? ഇവിടെ രാഷ്ട്രീയമായി എന്ത് പ്രശ്നം ഉണ്ടായാലും അത് മരിക്കോളേ ഉള്ളൂ. മരിച്ചാൽ സ്വർഗം വേണമെങ്കിൽ സമസ്തയുടെ ആദർശ പ്രചാരണം ഇവിടെ നിലനിൽക്കണം. നിങ്ങൾ തന്നെ പറയുക, ആരാണ് ഇവിടെ റിസാലത്തിന്റെ മഹത്വം പറയാറുള്ളത്? ഈ അർത്ഥത്തിലുള്ള തഅലീമിനെ സംബന്ധിച്ച് ആരാ പറയാറുള്ളത്? ഞാൻ ഈ പറഞ്ഞ വിഷയം പരിശുദ്ധ ഖുർആനല്ലേ? ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയുമോ? ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും അടുത്ത, ഏറ്റവും ആദരണീയനായ സഹാബി, അല്ലാഹുവിന്റെ റസൂൽ ഈ റിസാലത്തുമായി വന്ന അന്നു മുതൽ റസൂലുള്ളാഹിയെ ഒരു നിഴല് പോലെ പിന്തുടർന്ന മഹാനവർകൾ അല്ലേ? അതിലേറെ അവർക്ക് എന്തെല്ലാം ഭാഗ്യങ്ങൾ കിട്ടി. റസൂലുള്ളാഹി ഹിജ്റ പോകുമ്പോൾ ദിവസങ്ങളോളം ഗോർ സൗറിൽ അള്ളാഹിന്റെ റസൂലും ഒരുമിച്ച് ഒറ്റയ്ക്ക് ജീവിക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്ത അത് വെറും ഒരു ഒളിവ് ജീവിതമായിരുന്നില്ല, അതൊരു തരം റിയാളയായിരുന്നു. മഹാന്മാരായ സൂഫിയത്ത് അതാണ് പറയുന്നത്. ആ ശക്തിയാണ് ബദറിന്റെ അന്നും റസൂലിനെ സഹായിക്കാൻ, റസൂലിന് കാവലായി ഒറ്റക്ക് നിൽക്കാൻ സിദ്ദീഖിന് ധൈര്യം കൊടുത്തത്. ആ സിദ്ദീഖിന്റെ ധൈര്യം തന്നെയാണ് എല്ലാവരും പതറിയപ്പോൾ റസൂലുള്ള വഫാത്തായ രംഗത്തും ഈ ഉമ്മത്തിനെ പിടിച്ചു നിർത്താൻ സിദ്ദീഖിനെ സഹായിച്ചത്. ആ 3 ദിവസത്തെ ഒരു പ്രത്യേകമായ തർബിയത്താണ്. ആരിഫീങ്ങൾ അത് വിവരിച്ചിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുകയല്ല. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കബീലയിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ അത് തീർക്കാൻ വേണ്ടി പോയി. തിരിച്ചു വരാൻ അല്പം വൈകി. നിസ്കാരത്തിന്റെ സമയമായപ്പോൾ ബഹുമാനപ്പെട്ട ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് പറഞ്ഞു, സിദ്ദീഖേ നിസ്കാരത്തിന്റെ സമയമായിട്ടുണ്ട്, റസൂലുള്ളാഹി എത്തിയിട്ടില്ല, നമ്മൾ ഇഖാമത്ത് കൊടുക്കട്ടെ എന്ന് വെച്ചു. നിങ്ങൾ നിസ്കരിക്കുമെന്ന് ചോദിച്ചു. ആ നിസ്കരിക്കാന്ന് പറഞ്ഞു. അദ്ദേഹം കൈകെട്ടി, ഇഖാമത്ത് കൊടുത്ത് നിസ്കരിക്കാൻ കൈകെട്ടി. അധികം താമസിക്കാതെ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു കൈകെട്ടി അധികം താമസിച്ചിട്ടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു വന്നു. റസൂലുള്ള തിരിച്ചു വന്നപ്പോൾ ബഹുമാനപ്പെട്ട സഹാബത്ത് റസൂലുള്ള തിരിച്ചു വന്നു എന്ന് അറിയിക്കാൻ വേണ്ടി ഇങ്ങനെ കൈകൊട്ടി. റസൂലുള്ള സഫിന്റെ ഇടയിലൂടെ ഇങ്ങനെ നടന്ന് മുന്നിലേക്ക് വന്നു. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മിഹ്റാബിൽ നിന്ന് പിന്നോട്ട് മാറി നിൽക്കുകയാണ്. അങ്ങനെ മാറാൻ പറ്റുമോ? അതൊക്കെ വേറെ മസല. അതിന്റെ പേരാണ് ഹാല് എന്ന് മഹാന്മാരായ ആരിഫീങ്ങൾ പറയുന്നത്. അവിടെ ചോദ്യോത്തരല്ല. റസൂലുള്ളാഹിന്റെ മുന്നിൽ നിൽക്കാൻ കഴിയില്ല, പിന്നോട്ട് മാറുകയാണ്. റസൂലുള്ള പറയുന്നു, മക്കാനക, നിങ്ങൾ കൈകെട്ടിയതല്ലേ, നിങ്ങൾ അവിടെ നിന്ന് നിസ്കാരം പൂർത്തീകരിച്ചോളൂ. മക്കാനക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശം നൽകുന്നു. പക്ഷെ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പിന്നോട്ട് മാറുകയാണ്. ആ പറഞ്ഞത് കേൾക്കാതെ പിന്നോട്ട് മാറി റസൂലുള്ള മുന്നിലേക്ക് നിന്നു, സിദ്ദീഖുൽ അക്ബർ പിന്നിലേക്ക് നിന്നു. മഹാന്മാരായ സഹാബത്ത് അവരുടെ പിന്നിൽ നിന്ന് നമസ്കരിച്ചു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം പൂർത്തീകരിച്ചതിന് ശേഷം സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു, നിങ്ങൾക്ക് എന്തെങ്കിലും ഇദാനാബക്കും ഷൈഉൻ ഫിസ്സലാ, നിസ്കാരത്തിൽ എന്തെങ്കിലും കാര്യം ഇമാമിനെ അറിയിക്കേണ്ടി വന്നാൽ കൈമുട്ടുകയല്ല വേണ്ടത്, തസ്ബീഹ് ചൊല്ലുകയാണ് വേണ്ടത് എന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അവർക്ക് അറിയില്ലായിരുന്നു. ഇന്നമ തസ്ഫീഖു ലിന്നിസാ, പെണ്ണുങ്ങളാണ് കൈമുട്ടേണ്ടത്, നിങ്ങൾ തസ്ബീഹ് ചൊല്ലുകയാണ് വേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു, മാലക യാ അബൂബക്കർ, അബൂബക്കറെ, നിങ്ങളോട് ഞാൻ അവിടെ തന്നെ നിന്ന് നമസ്കരിക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരുന്നത് എന്ന് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട്
ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ച സമയത്ത് മഹാനായ സിദ്ദീഖ് പറഞ്ഞൊരു മറുപടിയുണ്ട് സഹോദരന്മാരെ. സ്വർണലിപികളാൽ എഴുതപ്പെടേണ്ടുന്ന ആ വാക്ക്, അതാണ് ഈമാനിന്റെ മിഅ്യാർ. ഈമാനിന്റെ മിഅ്യാറാണത്. ഈ ഉമ്മത്തിലെ അല്ല, മുഴുവൻ ഉമ്മത്തിലെയും അംബിയാഇനെ കഴിച്ചാൽ ഏറ്റവും എല്ലാ അർത്ഥത്തിലും അഫ്ളലായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ആ ഒരു വാക്ക്, അതിൽ നിന്ന് മനസ്സിലാക്കാം ആരായിരുന്നു സിദ്ദീഖ് എന്ന്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാ, ലാ യംബഗി ലിബ്നി അബി ഖുഹാഫ അൻ യഖിഫ ബൈന യദൈ റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, ഹബീബായ റസൂലേ, അബൂ ഖുഹാഫന്റെ മോൻ അബൂബക്കർ റസൂലുള്ളാഹിയുടെ മുന്നിൽ നിൽക്കുകയോ അതിനെന്റെ കാല് കൂടില്ല നബിയേ, എന്റെ മനസ്സനുവദിച്ചില്ല നബിയേ എന്നായിരുന്നു മറുപടി. റിസാലത്തിന്റെ മഹത്വം എന്ത് എന്ന് മനസ്സിലാക്കി സിദ്ദീഖ്. ആ റിസാലത്തിന്റെ മുന്നിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദീനുമായി വന്ന അന്ന് മുതൽ മുസ്ലിമായ മഹാനാണ്. അന്ന് മുതൽ ദീനിന് വേണ്ടി സർവവും സമർപ്പിച്ച മഹാനാണ്. അള്ളാഹുവിന്റെ റസൂല് തന്നെ പ്രസംഗത്തിൽ പറയാറുണ്ട്, ഈ ദീനുമായി വന്ന അന്ന് മുതൽ മുസ്ലിമാണ്, ഖുറൈശിയാണ്. സമ്പത്ത് കൊണ്ടും എല്ലാ ശരീരം കൊണ്ടും എല്ലാ അർത്ഥത്തിലും സഹായിച്ച മഹാനായ സിദ്ദീഖ് ഒരിക്കൽ റസൂലുള്ള തന്നെ മിമ്പറയിൽ വെച്ച് പ്രസംഗിക്കുമ്പോ പറഞ്ഞു, മാ മിൻകും മിൻ അഹദിൻ ലഹു ഇൻദനാ യദുൻ ഇല്ലാ വഖദ് കാഫഅനാ. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ ഈ ദീനിനെ സഹായിച്ചിട്ടുണ്ട്, എന്നെ സഹായിച്ചിട്ടുണ്ട്. ആ സഹായിച്ചവർക്കൊക്കെ ഞാൻ പ്രത്യുപകാരം നൽകിയിട്ടുണ്ട്. മാ മിൻകും മിൻ അഹദിൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരും തന്നെയില്ല, ലഹു ഇൻദനാ യദ്, ഈ ദീനിനോട് ദീനിനെ സഹായിച്ച ആര് തന്നെയുണ്ടോ, എന്നെ സഹായിച്ച പലരും ഈ കൂട്ടത്തിലുണ്ട്. ദീനിനെ സഹായിക്കുന്നവരായിരുന്നല്ലോ അവരൊക്കെ. അൻസാറുകളും മുഹാജിറുകളും ഒക്കെ കഴിയുന്ന വിധത്തിൽ സഹായിച്ചു. അതിനൊക്കെ എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞാൻ പ്രത്യുപകാരം ചെയ്തിട്ടുണ്ട് റസൂലുള്ള പറയാണ്. പക്ഷെ മഖല അബൂബക്കർ, ഈ അബൂബക്കർ എന്ന് പറയുന്ന ഒരു മനുഷ്യനൊഴികെ, സുബ്ഹാനല്ലാഹ്, ജനങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഈ അബൂബക്കർ എന്ന് പറയുന്ന ഒരു മനുഷ്യനൊഴികെ ഫഇന്ന ലഹു ഇൻദനാ ലയദൻ സൗഫ യുകാഫിഉഹു അല്ലാഹു യൗമൽ ഖിയാമ, അദ്ദേഹത്തോടുള്ള കടപ്പാട് എന്നെ കൊണ്ട് വീട്ടാൻ കഴിയില്ല, എന്നെ കൊണ്ട് വീട്ടാൻ കഴിയില്ല. അത്ര വലിയ കടപ്പാടാണ്, അത്രമേൽ എന്നെ സഹായിച്ചിട്ടുണ്ട്. സൗഫ യുകാഫിഉഹു അല്ലാഹു, അതിന് അല്ലാഹു കൊടുത്തോളും, എന്നെ കൊണ്ട് കഴിയില്ല. സൗഫ യുകാഫിഉഹു അല്ലാഹു യൗമൽ ഖിയാമ, ആ അബൂബക്കർ എന്നെ സഹായിച്ചതിന് പകരം ചെയ്യാൻ എന്നാൽ സാധ്യമല്ല, അത് അല്ലാഹു ആഖിറത്തിൽ കൊടുത്തുകൊള്ളും എന്ന് പറയുന്ന അത്രമേൽ ആദരണീയനായ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു. ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ആണ് ഈ ഉമ്മത്തിലെ എല്ലാ അർത്ഥത്തിലും അഷ്റഫ്. ആർക്കും സംശയം വേണ്ട, എവനിക്കും വേണ്ട, അത് നമ്മൾ പറയുകയും വേണം. എല്ലാവരും ഇത്തരത്തിലുള്ള ആപത്തുകൾ ഇവിടെ ഉണ്ടാകുമ്പോ മിണ്ടാതിരുന്നാൽ അള്ളാഹുവിന്റെ ലഅനത്തിറങ്ങുമെന്ന് ഭയപ്പെടണം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാർ ഇത്തിഫാഖായ കാര്യമാണ്, ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു കാന അഅലമഹും, ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ മഹാപണ്ഡിതനാണ്. കാന അഫ്ളലഹും, ഏറ്റവും ഷറഫുള്ള ആളാണ്. കാന അഅലാഹും ഈമാനൻ, ഈമാനിനാൽ ഏറ്റവും ഉയർന്ന ആളാണ് എന്നിങ്ങനെ തുടങ്ങി മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ കൃത്യമായി വിശദീകരിക്കുകയും ബഹുമാനപ്പെട്ട സഹാബത്ത് ആ അർത്ഥത്തിൽ തന്നെ അബൂ സഈദ് അൽ ഖുദരി തങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഫകാന അഅലമനാ ബിറസൂലില്ലാഹ്, ഞങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ അറിവ് ഉള്ള ആള് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്, ഇത്രമേൽ സ്ഥാനമുള്ള സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, ലാ യംബഗി ലിബ്നി അബി ഖുഹാഫ അൻ യഖിഫ ബൈന യദൈ റസൂലില്ലാഹ്. അബൂ ഖുഹാഫന്റെ മോൻ, അബൂ ഖുഹാഫന്റെ മോന് റസൂലുള്ളാഹിയുടെ മുന്നിൽ നിൽക്കുകയോ അതിനെന്റെ മനസ്സ് അനുവദിച്ചില്ല എന്ന്. അപ്പോ നുബുവത്തിന്റെ മഹത്വം സിദ്ദീഖുൽ അക്ബർ വേണ്ട വിധത്തിൽ മനസ്സിലാക്കി.
അതാണ് മഹാന്മാര് പറഞ്ഞത്, മാ ഫളലക്കും അബൂബക്കർ ബികസറത്തി സിയാമിഹി വലാ സ്വലാത്തിഹി. കുറേ നിസ്കരിച്ചത് കൊണ്ടോ കുറേ നോമ്പ് അനുഷ്ഠിച്ചത് കൊണ്ടോ അല്ല സിദ്ദീഖുൽ അക്ബർ ഇത്രമേൽ വലിയ സ്ഥാനത്തേക്ക് എത്തിയത്. ആ മനസ്സിൽ ഉള്ള ആ മഹത്തായ ആ ബഹുമാനം, തഅളീമു ശആഇർ എന്ന് പറയുന്ന ആ ഈമാനിന്റെ അടിത്തറ അത് ശക്തമായതുകൊണ്ടാണ്. അല്ലാഹ് പറഞ്ഞല്ലോ, ഇന്നല്ലദീന യഗുല്ലൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ് ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ. അല്ലാഹുവിന്റെ റസൂലിനോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ, അവരുടെ മനസ്സിലാണ് തഖ്വ സ്ഥലം പിടിക്കുക. അല്ലാഹുവിന്റെ പരീക്ഷയിൽ വിജയിച്ചത് അവരാണ് എന്ന്. അത് പൂർണ്ണാർത്ഥത്തിൽ വിജയിച്ചവർക്ക് പൂർണ്ണാർത്ഥത്തിലുള്ള ഈമാൻ ഉണ്ടാകും. വേറൊരുത്തൻ ബുഖാരിയുടെ ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് യമനിൽ നിന്ന് കുറച്ച് തിബിർ വന്നു, കട്ടിപ്പൊന്നു വന്നു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അവിടെ റസൂലുള്ളാഹി ഉദ്ദേശിച്ച ചില ആളുകൾക്ക് അത് വിതരണം ചെയ്തു. ഫഖാമ റജുലുൻ മിനൽ ഖൗം, ആ സഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ എണീറ്റ് നിന്നു. ഗായിറുൽ ഐനൈൻ, കണ്ണൊക്കെ ഇങ്ങനെ കുഴിയിലേക്ക് പോയിട്ടുണ്ട്. മുഷമ്മറുൽ ഇസാർ, തുണിയൊക്കെ ഇങ്ങനെ നന്നായി കയറ്റി കൊടുത്തിട്ടുണ്ട്. നല്ല തലമുണ്ഡനം ചെയ്തിട്ടുണ്ട്. നല്ല കസ്സുൽ ലിഹ്യ, തിങ്ങിയ താടിയുണ്ട്. നല്ല തിങ്ങിയ നീണ്ട താടിയുണ്ട്. എന്ന് വെച്ചാൽ സഹാബത്ത് ഇങ്ങനെ കൃത്യമായി ഇങ്ങനെ വർണ്ണിക്കുകയാണ്. കണ്ടാൽ നല്ലൊരു ഈമാൻദാരിയാണെന്ന്, അല്ലെങ്കിൽ കണ്ടാൽ ഒരു ഒന്നാം തരം സലഫിയാണെന്ന് തോന്നുന്ന ഒരു മനുഷ്യൻ എണീറ്റ് നിന്നുകൊണ്ട് അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, ഇഅ്ദിൽ യാ മുഹമ്മദ്, മുഹമ്മദെ നീതി പാലിക്കണമെന്ന്, മുഹമ്മദെ നീതി പാലിക്കണമെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിക്ക് ദേഷ്യം വന്നു. റസൂലുള്ളാഹിയുടെ മുഖം വിവരണമായി. എന്നിട്ട് പറഞ്ഞു, മൻ യഅദിൽ ഇദാ ലം അഅദിൽ, ഞാൻ നീതി ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് നീതി ചെയ്യുക? ഞാൻ നീതി ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആരാ ഇവിടെ നീതി നടപ്പിലാക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നീതി ഇവിടെ നടപ്പിലാക്കാൻ എന്നെ വിശ്വസിച്ചേൽപ്പിച്ച് പറഞ്ഞയച്ചു. അള്ളാഹ്ക്ക് എന്നെ വിശ്വാസമാണ്, നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ എന്ന് ഗൗരവത്തിൽ അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, ഫഖാമ ഉമർ ഇബ്നുൽ ഖത്താബ്, സദസ്സിൽ നിന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് ഇതൊക്കെ കേട്ട പാരിശം വന്നു. എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, നബി അങ്ങൊന്നൊരു സമ്മതം തന്നാൽ മതി, ഞാൻ അവന്റെ തല ഞാൻ വെട്ടിയെടുക്കാം എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ലാ ഇന്നഹു യുസല്ലി, ഇല്ല തല വെട്ടാനൊന്നും പറ്റില്ല, അയാൾ നിസ്കരിക്കുന്നുണ്ട്. ഇത് ഉദ്ധരിക്കുന്ന ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഫറുബ്ബ മുസല്ലിൻ ലാ ഈമാന ലഹ്, എത്ര നിസ്കരിക്കുന്നവരുണ്ടാവും യഥാർത്ഥത്തിൽ ഈമാൻ ഇല്ലാത്തവര്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാണ്, നല്ല നീണ്ട താടി ഉണ്ടാവും, തുണിയൊക്കെ കയറ്റിയെടുത്തിട്ടുണ്ടാവും, കണ്ട നല്ല ഈമാൻദാരിയാണെന്ന്, ദീനിന്റെ ബാഹ്യമായ ശആറുകളൊക്കെ അവന്റെ കയ്യിലുണ്ടാകും, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അവന് ഈമാനില്ല. ഫറുബ്ബ മുസല്ലിൻ ലാ ഈമാന ലഹ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാള് ഫഖഫാ മുദ്ബിറ, അയാളെ ദുബുറും തിരിച്ചുകൊണ്ട് അയാൾ ഇങ്ങനെ തിരിഞ്ഞു പോയി, ഒരു അദബുമില്ലാതെ, ആ സദസ്സിന്റെ ഒരു അദബും പാലിക്കാതെ അയാൾ തിരിഞ്ഞു പോയി. പോകുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂല് അയാളുടെ മുതുകിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇന്നഹു ലയഖ്റുജു മിൻ ളിഇ ഹാദാ, ഇയാളുടെ മുതുകിൽ നിന്ന് ചില മക്കൾ പുറത്തു വരാനുണ്ട്. അവർ വലിയ അപകടകാരികളാണ്. അവരുടെ നിസ്കാരം കാണുമ്പോൾ, അവരുടെ നോമ്പ് കാണുമ്പോൾ, അവരുടെ ഇബാദത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും നമ്മുടെ നിസ്കാരം ഒന്നുമല്ല എന്ന്. അത്ര വലിയ നിസ്കാരക്കാരായിരിക്കും, അത്ര വലിയ ഇബാദത്തിന്റെ അഹ്ലുകാരായിരിക്കും, അത്ര വലിയ ശരീഅത്ത് പറയുന്നവരായിരിക്കും, തൗഹീദ് പറയുന്നവരായിരിക്കും, പക്ഷെ ദീനിൽ നിന്ന് അവരിങ്ങനെ പുറത്തു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുദീർഘമായി അവരുടെ അടയാളങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിച്ചു, മറ്റു പല ഹദീസിലും വിശദീകരിച്ചു. എന്താ ഇവിടെ സംഭവിച്ചു? അയാൾ നിസ്കരിക്കുന്ന ആളാണ്, രാത്രി തഹജ്ജുദ് നിസ്കരിച്ചിട്ട് കണ്ണൊക്കെ ഇങ്ങനെ കുഴിയിൽ പോയിട്ടുണ്ട്, ഉറങ്ങാത്ത ആളെ പോലെ, തലമുണ്ഡനം ചെയ്തിട്ടുണ്ട്, ഒരു വക കാട്ടിക്കൂട്ടലും അദ്ദേഹത്തിനില്ല, മുടിയ നീണ്ട താടിയുണ്ട്, നല്ല ഒരു ബാഹ്യമായി എടുക്കേണ്ട സുന്നത്തൊക്കെ എടുത്തിട്ടുണ്ട്, തുണിയൊക്കെ മുട്ടുവരെ കയറ്റി കൊടുത്തിട്ട് മുഷമ്മറുൽ ഇസാറാണ്, പക്ഷേ നുബുവത്തിന്റെ മഹത്വം അറിഞ്ഞില്ല. ഇഅ്ദിൽ യാ മുഹമ്മദ്, റസൂലുള്ളാഹി പറഞ്ഞു, നീതിയും അനീതിയും സംഭവിക്കുന്നവരാണ് അമ്പിയാക്കൾ എന്നായിരുന്നു അയാൾ മനസ്സിലാക്കിയത്. ഇന്നല്ലദീന യഖുദ്ദൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ്, നുബുവത്തിന്റെ മഹത്വം അറിഞ്ഞുകൊണ്ട്, ആ നുബുവത്തിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് അല്ലാഹുവിന്റെ അമ്പിയാക്കളോട് ബഹുമാനിക്കപ്പെടേണ്ടവരെ ബഹുമാനിക്കുക എന്നതുണ്ടെങ്കിലേ ഖൽബിലും ഈമാൻ ഉണ്ടാകൂ. ബാഹ്യമായ ഈ ജാതി ഈമാനൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. ഖൽബിൽ അത് സ്ഥലം പിടിക്കണമെങ്കിൽ, സ്ഥിരപ്രതിഷ്ഠ നേടണമെങ്കിൽ, ഖൽബിൽ അതിന്റെ അസർ ഉണ്ടാവണമെങ്കിൽ, അതിന്റെ അസുൽ ഉണ്ടാവണമെങ്കിൽ ഈ തഅളീമു ശആയിർ ഉണ്ടാവണം.
നീതിയും അനീതിയും ഉണ്ടാകാവുന്ന ഒരാളാണ് എന്ന് റസൂലിനെ പറ്റി മനസ്സിലാക്കുകയും ഇപ്പൊ ഇവിടെ നീതി ചെയ്തിട്ടില്ല, തെറ്റ് സംഭവിച്ചു എന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അയാൾക്ക് മാത്രമല്ല അതിന്റെ ഗുരുത്തക്കേടുണ്ടായത്, അയാളുടെ സന്താന പരമ്പരക്കും സംഭവിച്ചു. ഇയാളുടെ മക്കളിൽ നിന്ന് ഗുരുത്തം കെട്ടവരാണ് ഉണ്ടാകുക എന്ന് റസൂലുള്ള പറഞ്ഞു. കാത്തോ, സൂക്ഷിച്ചോ. സുന്നിവിടെ പറയാതിരുന്നാൽ വലിയ അപകടമാണ് സംഭവിക്കാൻ പോകുന്നത്. ഞാൻ പറയുന്നത് ഒന്നും തന്നെ ഒരൊറ്റ ഹദീസ് നിഷേധിക്കാൻ ഒരാൾക്കും കഴിയില്ല. പരിശുദ്ധമായ ഖുർആനിന്റെ ആയാത്തുകൾ മുത്തഫഖ് അലൈഹിയോ അതിനോട് സമാനമായ ഹദീസുകളാണ് നമുക്ക് ഉദ്ധരിക്കാനുള്ളത്. അത് മാത്രം മതി. അതുകൊണ്ട് ഇവിടെ ഒരുത്തൻ എഴുതി വെച്ചു റസൂലുള്ള ദിവസം 70 വട്ടമെങ്കിലും തെറ്റ് ചെയ്യാറുണ്ടായിരുന്നു പരസ്യമായിട്ട്. അതുകൊണ്ടല്ലേ 70 വട്ടം ഇസ്തിഗ്ഫാർ ചെയ്തത്. തെറ്റും ശരിയും ഉണ്ടാകുന്നവരാണ് അമ്പിയാക്കൾ എന്ന് പഠിപ്പിക്കുന്ന വഹാബിസത്തെ ചെറുത്തു തോൽപ്പിക്കൽ ഉമ്മത്തിന്റെ ബാധ്യതയാണ്.